ആശിപ്പിച്ചു വീണ്. ഹലോ, ഞാനാ. ഓടി വന്നതല്ലേ, പിന്നെ കിതക്കാണ്ടിരിക്കോ? എപ്പോഴാ എത്താ? നീ എങ്ങോട്ട് ഓടിയിട്ട് കാര്യമില്ല, നീ ഇന്ന് ചട്ടിയില്ല. അമ്മയും കോഴിയുടെ പറയുള്ള ഓട്ടത്തിലാ. സംഭവം നമ്മുടെ ഓട്ടാ, എന്നാലും നമ്മളൊന്ന് ചെല്ലണമല്ലോ, അതാണ് അതിന്റെ ഒരു മര്യാദ. പറ്റിച്ചല്ലോടാ. അമ്മച്ചി എന്നാ ഉണ്ട്? എന്നാടാ അമ്മച്ചി എന്നാ ഉണ്ട് വിശേഷം? എന്നാ ഉണ്ട്? കുഴപ്പമൊന്നുമില്ല. എന്നാ എല്ലാം കൂടി ഇലക്ഷനൊക്കെ അല്ലേ അമ്മച്ചി? അമ്മച്ചി പട്ടാളത്തിൽ സാമൂന്റെ വിളിയൊക്കെ നാളെ വെളുപ്പിരിങ്ങി എത്തും. അതെന്തായാലും നന്നായി. ഒരു ജവാന്റെ വോട്ട് കൂടെ നമുക്ക് അങ്ങ് ഉറപ്പിക്കാമല്ലോ, ഇല്ലടാ? അമ്മച്ചി, ഈ വാർഡിലെ UDP സ്ഥാനത്ത് ഇപ്രാവശ്യം ഞാനാ. നീ സ്ഥാനാർത്ഥിയാവർക്കായോ? ആരെങ്കിലൊക്കെ നിർത്തണ്ട അമ്മച്ചി. അതിന് ഇവരാന്നോ? ഈ വാർഡിൽ ജനസമ്മതം വേണമെന്ന് പാർട്ടിക്ക് നിർബന്ധം. ഞാൻ എന്നാ ചെയ്യാനാ? നടക്കട്ടെ. അയ്യോ, ഇത് നമ്മുടെ പ്രിയ മോളല്ലേ? ഇവള് വളർന്നു വലിയ മുട്ടം പെണ്ണായല്ലോ. ഇവളുടെ വോട്ട് നമുക്കല്ലേ മച്ചി? അവക്ക് വോട്ടില്ല. എന്നാ നമ്മൾ ഉണ്ടാക്കും, ഇല്ലടാ? പിന്നെ ഈ വീട്ടിലെ മുഴുവൻ വോട്ടും എന്റെ പൂവൻകോഴിക്ക് എന്നെ ഏതേക്കണം, അത്രേ ഉള്ളൂ. ഈ വീട്ടിലെ മുഴുവൻ വോട്ടും പൂവൻകോഴിക്ക് തന്നെ. അങ്ങനെ പറ. ചോദിക്കുന്ന സാധനത്തിനെ കണ്ടോ? നമ്മുടെ കോഴിയല്ലേ ഇത്? ഞങ്ങളുടെ ചിഹ്നം. എന്റെ മോൻ സാമുവലിന്റെ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ജീവനാ. അത് പിടിച്ചു തന്ന നിങ്ങളാന്നറിഞ്ഞ ഈ കുടുംബത്തിലെ മുഴുവൻ വോട്ട് നിങ്ങൾക്ക്. അപ്പൊ തുടങ്ങിയേട്ടെ. ചെല്ലേ ഇതൊന്ന് ഇപ്പൊ ശരിയാക്കി. ഓ, ഇതിലും ഭേദം കോടാലി ചിഹ്നമായിരുന്നു. എങ്ങോട്ട് കളിക്കാൻ പിടിച്ചു കളഞ്ഞല്ലേ നീ? കൊന്നു തരണോ? വേണ്ട വേണ്ട വേണ്ട, ഇലക്ഷന്റെ തിരക്കൊക്കെ അല്ലേ. വേണ്ട വേണ്ട വേണ്ട. നമ്മുടെ ചിഹ്നം മറക്കണ്ട, അറിയാമല്ലോ. ഇനി കോഴിയല്ലേ? അങ്ങനെ ഇവിടുത്തെ വോട്ട് ഉറപ്പിച്ചു. സ്വന്തം കുടുംബത്തിൽ ഒരു കോഴിക്കോട് പോലും തുറക്കാത്ത ഞാനാ. കോഴിക്കാട്ടം വാരിട്ടാണെങ്കിലും ചാന്ത, ഈ ഇലക്ഷൻ നമുക്ക് ജയിക്കണം. ഒരു വോട്ടിനുള്ള പണിയൊക്കെ അവൻ ചെയ്തിട്ടുണ്ട് അല്ലേ? വോട്ടേതാണെങ്കിലും നാട്ടുകാരുടെ കാശാണ് കേട്ടാ, നശിപ്പിച്ചളേ. തോന്നി തകർക്കാണല്ലോ. അഭിവാദ്യങ്ങൾ, 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 സഖാവുടോമിക്ക് അഭിവാദ്യങ്ങൾ, സഖാവുടോമിക്ക് അഭിവാദ്യങ്ങൾ. ഒന്ന് എടുക്കാവൂ. ഹലോ, പറയൂ. ഞാനേ പുത്തൻ വീട്ടിൽ തോമസിൻ്റെ മോനാ. ഞാനിത് തുടങ്ങിയിട്ട് കാലം കുറേ ആയി കേട്ടോ. നല്ല ഒന്നാം തരം കാതലുള്ള തടിയാണ് ഞാൻ തന്നിട്ടുള്ളത്. വേണ്ടെങ്കിൽ ഇവിടെ വെച്ചേക്ക്. ഇവിടെ കച്ചവടത്തിന് കുറവൊന്നുമില്ല. എന്നാ പ്രശ്നം? ഞങ്ങൾ ഇടപെടണോ? ഇപ്പൊ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പണി കൃത്യമായിട്ട് ചെയ്താ വൈകിട്ട് 2 എണ്ണം അടിക്കാം. ഇവനോടൊന്നും പറഞ്ഞാലും മനസ്സിലാവില്ല. എന്താണ് അവൻ പറയണത്? മിക്കവാറും ചിലപ്പോ പുതിയ തെറിയായിരിക്കും. കഴിഞ്ഞ ദിവസം ഇവൻ എന്നെ ഉള്ളൂക്കപ്പത്താന്ന് വിളിക്കും. എന്ന് വെച്ചാ തലക്ക് കൊടുവില്ലാത്തന്ന്. അപ്പൊ അവന് നല്ല വിവരമുണ്ടല്ലോ. കഴിച്ചോ?
അച്ചായൻ കഴിക്കണ കാണാൻ തന്നെ ഒരു പ്രത്യേക രസാ. അതെ അതെ. എടാ, തൊഴിലാളികളുടെ കൂടെ മദ്യപിക്കുന്ന മുതലാളി നീ കണ്ടിട്ടുണ്ടോ? ആ കാരണമുണ്ടല്ലോ ഇവിടെ പണിതിട്ട് നമുക്ക് മെച്ചമൊന്നും ഇല്ലല്ലോ ഉണ്ടല്ലോ. അങ്ങനെയല്ല പറഞ്ഞത്. മെച്ചമുണ്ട് അതല്ല പറഞ്ഞത്. പക്ഷെ അച്ഛൻ്റെ സ്നേഹത്തിന് മുമ്പിൽ ഞങ്ങൾ തോറ്റുവാ. അതാ പറഞ്ഞത്. കഴിക്കച്ചാ ഒരു വിഷയമുണ്ട്. ഒരു തുള്ളി അടിച്ചിട്ട് വീട്ടിൽ ചെന്ന് കയറാൻ പറ്റില്ല. അവള് ഭയങ്കര പ്രശ്നമാണ്. അതിന് തുള്ളിയല്ലേ അടിച്ചേ, 5-6 പക്കല്ലേ അടിച്ചേ. ഒന്നും വേണ്ടായിരുന്നു. എന്ന് ഈ നശിച്ച കുഴിയിൽ വീണ് കയ്യോ കാലോ ഒടിഞ്ഞ കോശി വെള്ളം അടിച്ച് വീണെന്ന് നാട്ടുകാർ പറയുള്ളൂ. കഴിഞ്ഞ മാസം പണിത റോഡാ. അവർ റോട്ട് ചോദിച്ചിങ്ങ് വരട്ടെ. അമ്മച്ചി പോയി കിടന്നുറങ്ങിക്കോ. പപ്പ വരുമ്പോ ഞാൻ വിളിച്ചോളാം. നീ വിളിക്കണേ. വിളിച്ചോളാം. അമ്മാരുടെ കൂടെ കൊള്ളം പപ്പ കുടിച്ചിരിക്കുന്നുണ്ട്. ഇതെവിടെ? ചാച്ചി ഇതെവിടെയായിരുന്നു? പുറത്തുനിന്ന് ഓ എന്നാ മഴയാ. എന്നാ മണ? അമ്മച്ചി ഉറങ്ങിയോടി. ആ കിടന്നു. ചാച്ചാ, ഇന്ന് കാട്ടിലെ കുറച്ച് വലിയ കടുവയാ. നമുക്ക് സോഫ തന്നെയല്ലേ നല്ലത്? ഹലോ. ആമോ? ഹലോ ഹലോ മേരി. എടി മേരി. എടി നീ ബഹളം ഉണ്ടാക്കി ആളെ കൂട്ടരുത്. എന്നാ ഞങ്ങള് കാര്യം പറ. നമ്മള് സാം മരിച്ചത് ഫോൺ വന്നു. സാമ നമ്മുടെ സാമൂല്. അയ്യോ, നിങ്ങൾ കള്ളു കുടിച്ചു വന്ന് ചുമ്മാ പിച്ചും വയും പറയരുത് കേട്ടോ. അവൻ വരുന്നുണ്ടെന്നാണല്ലോ ഇന്ന് രാവിലെയും കൂടെ അന്നെ എന്നോട് പറഞ്ഞത്. അല്ല, സത്യമായിട്ടും ഇപ്പൊ ഫോൺ വന്നു. ഫോൺ അറ്റൻഡ് ചെയ്തപ്പോ പറഞ്ഞു സാമൂല് മരിച്ചു പോയത്. അയ്യോ, സത്യമായിട്ടോ? എന്റെ കർത്താവേ.